ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് സുലഭമായി ഈ സമയത്ത് ലഭിക്കുന്ന ചക്ക കൊണ്ടാണ് നമ്മളിന്ന് ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഇതിനായി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി, കുറച്ച് ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു അയവിലാണ് മാവ് കലക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ തിളച്ച് വന്ന പാലിലേക്ക് കുറേശ്ശെയായി നമ്മൾ ഈ മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടുന്നതാണ്. ഈ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ ഇതിനെ കുറുക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ഒരു ജ്യൂസറോ എടുത്ത് അതിലേക്ക് നമ്മൾ ഏകദേശം 250 ml ഫ്രഷ് ക്രീമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. ഫ്രഷ് ക്രീം നമ്മൾ 250 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏകദേശം നമ്മൾ 250 ml 80 രൂപയുടെ അടുത്താണ് വില വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ ബീറ്ററൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാല്, ഗോതമ്പ് പൊടി മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചക്ക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചക്കയുടെ മധുരത്തിനനുസരിച്ചും നമുക്ക് മധുരത്തിൽ വേരിയേഷൻസ് വരുത്താവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഏകദേശം 1 കപ്പോളം ചക്കയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ചക്ക കഷ്ണങ്ങൾ കൂടെ മേലെ ഇട്ടിട്ട് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം 8-10 മണിക്കൂറോളം നമ്മളിത് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ തന്നെയാണ് വെച്ചത്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇവിടെ എടുത്ത സമയത്ത് കുറച്ചൊരു ഫ്രീസിങ് കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചധികം നേരം കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നമ്മളിതിൽ കൂടുതൽ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ ഐസ്ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.